السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد كما باركت على إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആമുഖമായി ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. എൻ്റെ സ്വദേശം ചോക്കാടാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയുന്ന ചോക്കാട് സ്വദേശി ഇവിടെ ഉണ്ടായിരുന്നു, ഒരു മൊയ്തീൻ കുട്ടി സാഹിബ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു ആ സഹോദരന് പുറത്തു കൊടുക്കുമാറാവട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് എന്ന് പറയുന്ന ചോക്കാട് വളരെ കുറഞ്ഞ ആളുകളെ നമുക്കവിടെ ഉള്ളൂ. കൊറോണക്ക് മുമ്പ് വരെ നമ്മൾ പള്ളികളിലൊന്നും കളക്ഷൻ എടുക്കാറില്ല. അതിനുള്ളതൊക്കെ വരുമാനമൊക്കെ നമുക്ക് ഗൾഫിൽ നിന്ന് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ അയച്ചു തന്നിട്ട് അങ്ങനെ നടന്നു പോയിരുന്നു. പക്ഷേ കൊറോണയ്ക്ക് ശേഷം നമ്മൾ വലിയൊരു ബുദ്ധിമുട്ടിലാണ്. ആ പള്ളിക്ക് വലിയ ഒരു വരുമാന മാർഗങ്ങളൊന്നുമില്ല. നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം, സദഖ നിങ്ങളതിലേക്ക് നൽകണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം ജീവിതം എന്തിനു വേണ്ടി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 1 മണിക്കൂർ കൊണ്ടോ 3/4 മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ തീരുന്നൊരു വിഷയമല്ല ജീവിതം എന്തിനു വേണ്ടി എന്നുള്ളൊരു വിഷയം. എൻ്റെ കുറഞ്ഞ പരിമിതിക്കുള്ളിൽ, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. പോരായ്മകൾ ഉണ്ടാകുമെന്ന് എനിക്ക് തന്നെ അറിയാം. നിങ്ങളത് ക്ഷമിക്കണമെന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ്. നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്തിനാണ് നമ്മുടെ ജീവിതം? പല ആളുകൾക്കും പലരുടെയും ഉത്തരം പലതരത്തിലുള്ളതായിരിക്കാം. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്തിനാണ് ഈ ജീവിതം നമുക്ക് തന്നിട്ടുള്ളത്? വിശുദ്ധ ഖുർആന് കൃത്യമായി എന്തിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ.
നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് വെറുതെ സൃഷ്ടിച്ചതല്ല. പിന്നെയോ നിങ്ങളെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, നിങ്ങൾ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന്. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ യഥാർത്ഥ കാരണം അള്ളാഹുവിനുള്ള കലർപ്പില്ലാത്ത ആരാധനയാണ്. ഈ ആരാധനയിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ വെച്ച് പുലർത്തുന്ന മര്യാദകളുണ്ടാവും. അള്ളാഹുവിനെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അത് ഉദ്ഘോഷിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത് അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. അള്ളാഹുവിനുള്ള ഈ ആരാധനയിൽ ഒരു മഖ്ലൂക്കിനെയും പങ്കു ചേർക്കരുത് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ലോകത്തേക്ക് കടന്നു വന്ന സകലമാന പ്രവാചകന്മാരും ഉദ്ഘോഷിച്ചതായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് വന്ന സകലമാന പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത്, ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അത് ഉദ്ഘോഷിച്ചുകൊണ്ട് അത് പറയാനല്ലാതെ വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് നാം ഒരു പ്രവാചകന്മാരെയും അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ആരാധിക്കണം എന്ന് പറയാതെ നാം ഒരു പ്രവാചകരെ അങ്ങേക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂരിപക്ഷം ആളുകളുടെയും ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് ഐഹിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എത്രത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, മഅദല്ലാഹ്, അവൻ പറയുന്നതും അത് തന്നെയാണ്. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്, ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മക്കളെ, ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ യുവാവ് ആകുന്നതിന് മുമ്പ് 10-25 വയസ്സ് വരെ അവൻ പഠനത്തിലാണ്. ജോലി ആവശ്യാർത്ഥം അവനിങ്ങനെ പഠിക്കുകയാണ്. അങ്ങനെ ജോലി ലഭിച്ചു, ശേഷം അവൻ വിവാഹിതനാകുന്നു, മക്കളുണ്ടാകുന്നു. പിന്നീടുള്ള അവൻ്റെ ജീവിതം ആ മക്കൾക്കും അവൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെ? അതിനുവേണ്ടി കൊല്ലങ്ങളോളം ആ മനുഷ്യൻ പണിയെടുക്കുകയാണ്, ജോലി ചെയ്ത് അധ്വാനിച്ച്. നമുക്കറിയാം, പ്രവാസ ലോകത്തേക്ക് എത്തിപ്പെടുന്ന ആളുകളുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവിടെ കടന്ന് അറബിയുടെ ആട്ടും തുപ്പും കേട്ട് ചോര നീരാക്കിക്കൊണ്ട് വർഷങ്ങളോളം 50-60 വർഷമൊക്കെ ഗൾഫ് പ്രവാസ ലോകത്ത് ജീവിച്ച ആളുകൾക്ക് വളരെ കുറഞ്ഞ കാലം ഞാനൊരു പ്രവാസിയായിട്ടുണ്ട്. നമുക്കറിയാം അതിൻ്റെ വേദനകൾ, അതിൻ്റെ നൊമ്പരങ്ങൾ. നമ്മുടെ മക്കള് ആരുടെ മുമ്പിലും തനകുലിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളവിടെ പണിയെടുക്കുകയാണ്. അങ്ങനെ അവനെ ഒരു ജോലിയാക്കി അവനൊരു വിവാഹം ചെയ്തു കൊടുത്ത് അവന് സ്വയം ഒരു കാലിൽ തൻ്റെ മകന് അല്ലെങ്കിൽ മകളെ കുഴപ്പമില്ലാത്തൊരു രൂപത്തിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവൻ വിശ്രമിക്കുകയാണ്. പക്ഷെ ഈ വിശ്രമത്തിൻ്റെ മുമ്പ് കുറച്ച് അധ്വാനം നടന്നിട്ടുണ്ടല്ലോ. ആ സമയത്ത് ഈ മനുഷ്യന് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചിട്ടുണ്ടോ? നമസ്കാരം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ആളുകളുടെ ജീവിതം എന്തിനു വേണ്ടിയാണ്? ഇയാളെപ്പോലെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യനെ പോലെ മരണം വരെ സുഖിച്ച് ജീവിക്കാമെന്നാണോ നമ്മുടെ ജീവിത ലക്ഷ്യം? സഹോദരങ്ങളെ, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണെങ്കിൽ, അതല്ലെങ്കിൽ നല്ലൊരു ഭരണാധികാരിയായി ഞാനിവിടെ ശോഭിക്കണം എന്ന നിലക്കാണെങ്കിൽ, ആ ലക്ഷ്യം സഹോദരങ്ങളെ വളരെ കുറഞ്ഞ സമയത്തേക്കുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ വഹും അനിൽ ആഖിറതി ഗാഫിലൂൻ. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിൽ നിന്ന് പ്രത്യക്ഷമായത് അവർ മനസ്സിലാക്കുകയാണ്. വഹും അനിൽ ആഖിറതി ഗാഫിലൂൻ, അതേസമയം അവർ പരലോകത്തെ കുറിച്ചാകട്ടെ അവർ അശ്രദ്ധയിൽ കഴിയുകയാണ് സഹോദരങ്ങളെ. ഇപ്പൊ പരലോകത്തെ കുറിച്ച് അവർ അശ്രദ്ധയിലാണ്.
അവർ ഈ ലോകത്തിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് പറയാണ്, വഇന്ന കസീറൻ മിനന്നാസ്, ജനങ്ങളിൽ അധിക ആളുകളും ബിലിഖാഇ റബ്ബിഹിം ലകാഫിറൂൻ, തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുന്നത് വിശ്വാസമില്ലാത്ത രൂപത്തിലാണ്. ബഹുദികൾ, തീർച്ചയായും മനുഷ്യ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കാൻ മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിലേക്ക് മാത്രം നോക്കിയാൽ മതി. എന്തെല്ലാം വൈവിധ്യങ്ങളാണ് അവന്റെ ശരീരത്തിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. ബഹുദികൾ, സ്വർഗവാസിയായ മനുഷ്യനെ തൽക്കാലത്തേക്ക് മാത്രമാണ് അല്ലാഹു അതിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. കാലാകാലത്തേക്കല്ല സഹോദരങ്ങളെ. നമ്മുടെ ഉപ്പ അല്ലേ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം ആ പ്രവാചകനോട് പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു അനുസരണക്കേട് കാണിച്ചപ്പോ, പിശാച് അതിനൊരു കാരണക്കാരനായപ്പോ അള്ളാഹുവോട് നിന്ന് അവരെ പുറത്താക്കി, രണ്ടുപേരെയും. എന്നാൽ അത് കാലാകാലത്തേക്ക് നിങ്ങൾക്ക് സ്വർഗം വിലക്കി എന്നല്ല പറഞ്ഞത് അള്ളാഹു. പിന്നെയോ, ഇനി നിങ്ങൾക്കൊരു ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിൽ ആരാണോ എന്നെ അനുസരിക്കുന്നത്, എന്നിൽ നിന്ന് ഒരു ഹിദായത്തിന്റെ മാർഗം വരും. ആരാണോ ആ ഹിദായത്തിന്റെ മാർഗത്തെ പിൻപറ്റുന്നവർ, അവരെന്ത് ചെയ്യും? വിജയിക്കുന്ന കക്ഷികളാകും. അപ്പൊ സഹോദരങ്ങളെ, ഇനി ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ അള്ളാഹു നമുക്ക് ഈ ഭൂമിയിൽ ഒരു പരീക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ പരീക്ഷയിലാണ്, എല്ലാവരും പരീക്ഷയിലാണ്. ചില ആളുകളൊക്കെ നല്ലവണ്ണം പരീക്ഷയിൽ ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, സിലബസിലില്ലാത്തതൊന്നും അള്ളാഹു ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം നമ്മുടെ സിലബസിലുള്ളതാണ്, ഒന്നും പുറത്തുനിന്നില്ല. അപ്പൊ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ, ഇപ്പൊ SSLC പരീക്ഷ, +2 പരീക്ഷ ഒക്കെ കഴിഞ്ഞു. ഇതിന് കുട്ടികൾക്ക് പഠിപ്പിക്കാത്തൊരു വിഷയം പുറത്തുനിന്ന് വന്നാൽ കുട്ടികൾ എന്ത് ചെയ്യും? അതിന് ഉത്തരം എഴുതൂല. അതുപോലെയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം, അത് നമുക്ക് മുമ്പിലുണ്ട്. എന്നിട്ട് പറയാണ്, ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. ഇതാണ് നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള സിലബസിലുള്ള പാഠഭാഗങ്ങൾ. ഈ പാഠഭാഗങ്ങൾ പഠിച്ച് കൃത്യമായി അതിൽ ജീവിതത്തിൽ പാലിക്കേണ്ടത് പാലിച്ചും അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി ജീവിക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ ജീവിതവും മരണവും സൂറത്തു മുൽക്കിൽ അല്ലാഹു പറയേണ്ടത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും, അതേ ഞാനിതാ സൃഷ്ടിച്ചിരിക്കുകയാണ് അൽ മൗത, മരണത്തെയും, വൽ ഹയാത, അതുപോലെ തന്നെ ജീവിതത്തെയും നാം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, അത് ഞാൻ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതവും മരണവും നിങ്ങൾക്ക് നിശ്ചയിച്ചത്. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ അല്ലാഹു പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാണ്. മനുഷ്യരെ, നമ്മളോട് അല്ലാഹുവിന്റെ ഉപദേശമാണിത്. ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ തയ്യാറാണ് മനുഷ്യരെ. ഞാൻ പ്രതാപശാലിയാണ്, ഞാനാണ് യഥാർത്ഥത്തിൽ പ്രതാപി, നിങ്ങളല്ല കേട്ടോ. നമ്മളെ ഉണർത്താനല്ലാഹു. അപ്പോൾ ഐഹികമായ ഈ ജീവിതത്തിൽ വിജയം നേടിയാൽ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കുള്ളൂ. അത് ഉറപ്പാണല്ലോ. ഓരോ മനുഷ്യന്റെയും ആത്യന്തിക ലക്ഷ്യം അതാകണം, ഇവിടെ ഇരിക്കുന്ന ഞാനടക്കമുള്ള. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ ആരാണോ പ്രവേശിക്കുകയും ചെയ്യുന്നത് അവരാകും ഫഖദ് ഫാസ്, വിജയം നേടിയ ആളുകള്. എന്നിട്ട് അല്ലാഹു പറയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ, ഇഹലോകം എന്ന് പറയുന്ന ഈ ലോകമുണ്ടല്ലോ, നിങ്ങളിങ്ങനെ ആർഭാടത്തോടുകൂടി ഇതാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞ് ആർത്തിയോടുകൂടി ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, അത് ഇല്ലാ മതാഉൽ ഗുറൂർ, അത് നിങ്ങളെ മുറിച്ചു കളയുന്ന, നിങ്ങളെ വഞ്ചിപ്പിക്കുന്ന വിഭവമല്ല, മറ്റൊന്നുമില്ല. ഇതൊക്കെ താൽക്കാലികമാണ്. എന്നാൽ ഭൂരിഭാഗം ആളുകളും യഥാർത്ഥ ജീവിത ലക്ഷ്യമായി അതിനെ മനസ്സിലാക്കാതെ, ആ പരലോകത്തെ മനസ്സിലാക്കാതെ
ഇതാണ് ലോകം, ഇവിടെയാണ് ഞാൻ ജീവിച്ച് തീർക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ഇതിനെ തന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث. അതേ നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ പുത്രന്മാര്, നിങ്ങളുടെ മക്കള്, നിങ്ങൾ കൂമ്പാരമാക്കി കൂട്ടിവെച്ചിരിക്കുന്ന സ്വർണവും അതുപോലെ വെള്ളിയും, മേൽത്തരം നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിങ്ങളുടെ കുതിരകളും നാൽക്കാലി വർഗങ്ങളും കൃഷിയിടങ്ങളും എന്നിങ്ങനെ ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള പ്രേമം, മനുഷ്യ ഇഷ്ടം നിനക്ക് അലങ്കാരമായി തോന്നിപ്പിച്ചിരിക്കുകയാണ്. അതൊക്കെ ഇഹലോകത്തെ വെറും ജീവിത വിഭവങ്ങൾ മാത്രമാണ്. അത് വെറും വിഭവങ്ങളാണ്. അതിവിടെ എനിക്ക് ഉപയോഗിക്കാൻ തൽക്കാലത്തേക്ക് തന്നതാണ് മനുഷ്യരെ. ഇതാണ് ലോകം, ഇതാണ് എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞ അതിമ അടഞ്ഞുകൂടി നിൽക്കണ്ട. അല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അല്ലാഹുവിന്റെ അടുക്കലാണ് മനുഷ്യർക്ക് ചെന്നെത്താനുള്ള ഉത്തമ സങ്കേതം എന്നുള്ള നമ്മൾ ഉണർത്തണം. എന്നിട്ട് നമ്മുടെ അവസ്ഥ എന്താ? പിന്നെ ഇതിലെന്നെ നമ്മളിങ്ങനെ അടഞ്ഞു കുടിക്കല്ലേ. ഇപ്പൊ മിക്ക ആളുകളും ജീവിത ലക്ഷ്യങ്ങളായി കാണുന്നത് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ സംഗതികളെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിത ലക്ഷ്യമായി കാണേണ്ടിയിരുന്നത് അള്ളാഹു തുടർന്ന് പറയുന്നുണ്ട്, ഇതിനേക്കാൾ അഥവാ ഇഹലോകത്തേക്കാൾ ഉത്തമമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരട്ടെയോ? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, സൂക്ഷ്മത പാലിച്ചവർക്ക് തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ എന്തുണ്ട്? ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ പൂന്തോപ്പുകളാണ് അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ഖാലിദീന ഫീഹാ, അവിടെ അവർ നിത്യവാസികളാണ്. ആ സ്വർഗം കിട്ടാനും വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ട സഹോദരങ്ങളെ, അവിടെ നിൽക്കണം. നിങ്ങൾ ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം. എന്ന് മാത്രമല്ല, അവിടെ എന്തൊക്കെയുണ്ട്? പരിശുദ്ധരായ ഇണകൾ അവർക്കിടയിൽ അവിടെ ഉത്തമമായി അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. ഇതൊക്കെ കൂടാതെ അല്ലാഹുവിന്റെ പ്രീതി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. വല്ലാഹു ബസീറുൻ ബിൽ ഇബാദ്, അല്ലാഹു തന്റെ ദാസന്മാരുടെ കാര്യത്തിൽ അവൻ കണ്ടറിയുന്നവനാണ്. ഇതാണ് അവിടേക്ക് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ജീവിത ലക്ഷ്യമായി കാണുന്ന ഒരാൾക്കും തന്റെ ലക്ഷ്യം പ്രാപിക്കുവാൻ പറ്റുന്നതല്ല. എങ്ങനെ? ഈ ലോകത്തിന് വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന ആളുകൾക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയൂല. എത്തിച്ചേരാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂല. പിന്നെ അവർക്കുള്ളത് വേറെ എന്നാണല്ലോ അല്ലെ. അപ്പോ അള്ളാഹു ഉദാഹരണ സഹിതത്തിലൂടെ അത് വിവരിച്ചിട്ടുണ്ട്. ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ, തീർച്ചയായും ഐഹിക ജീവിതത്തിന്റെ ഉപമ എന്ന് പറയുന്നത് കമാ ഇന്നൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർദി മിമ്മാ യഅകുലുൻ നാസു വൽ അൻആം, അതേ ആകാശത്തു നിന്ന് വെള്ളം ഇറക്കിയിട്ട് അതുമൂലം മനുഷ്യർക്കും കാലികൾക്കും ഭക്ഷിക്കുവാനുള്ള ഭൂമിയെ സസ്യങ്ങൾ ഇടകലർത്തി വളർത്തുകയും ഹത്താ ഇദാ അഖദത്തിൽ അർളു زخرفها وزينت وظن أهلها أنهم قادرون, അങ്ങനെ ഭൂമി അതിന്റെ അലങ്കാരമെല്ലാം എടുത്തണിയുകയും അത് അയകാർന്നു തിരിക്കുകയും ചെയ്യുമ്പോൾ അവയൊക്കെ കരസ്ഥമാക്കുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അതിന്റെ ഉടമസ്ഥൻ വിചാരിക്കുകയും ചെയ്തപ്പോഴതാ അലൈഹാ അതാഹാ അംറുനാ ലൈലൻ ഔ നഹാറാ. അപ്പൊ അല്ലാഹു ഒരു കൽപ്പന കൊടുക്കണേ. എന്താ കൽപ്പന? രാത്രിയോ പകലിലോ ഒരു കൽപ്പന വരികയാണ്. അതായത് തലേ ദിവസം തന്നെ അവയൊന്നും അവിടെ ഇല്ലാത്ത രൂപത്തിൽ അവയെല്ലാം നശിപ്പിച്ച് ഉന്മൂലനം ചെയ്ത അവസ്ഥയിലാക്കുകയും ചെയ്തു. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് മനുഷ്യരെ
ഇതിലൊക്കെ നല്ല ദൃഷ്ടാന്തങ്ങളുണ്ട്, തെളിവുകളുണ്ട് എന്ന് വിശദീകരിക്കണമല്ലോ. അപ്പം ഇതുപോലെയാണ് നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയാണ്. പക്ഷേ ഓടി നടക്കുന്നതിനിടയിൽ വേറെ ഒരാൾ നമ്മളെ കണ്ടുമുട്ടും എന്നുള്ള ഒരു വിചാരം നമുക്കില്ല. അതിനാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി പരലോകത്ത് നമ്മൾ കാണാതെ ഈ ജീവിതം തന്നെയാണ് ലക്ഷ്യം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഓടി നടക്കണം. അതിന് വേണ്ടി എന്തും നമ്മൾ ത്യജിക്കും. ഇനിയിപ്പോൾ നാളെ ഗവൺമെൻറ് പറയണം എല്ലാ ആളുകളും റേഷൻ കടയിൽ പോയിട്ട് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് അവിടെ കൊടുക്കണം. എന്നിട്ടൊരു ഉത്തരവിറക്കണം, 2 ലക്ഷത്തിന് താഴെ വരുമാനം ഉള്ളവർക്ക്, അല്ലെങ്കിൽ 2 ലക്ഷത്തിന് മേലെ 2 ലക്ഷം പരിധി വെച്ചിട്ട് പറയണം, ഒരു വർഷം ഇത്ര വരുമാനം എല്ലാവർക്കൊന്നും ചെന്തില്ല റേഷൻ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഓടി നടക്കൂലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇല്ലയെന്ന് പറയണം, നിങ്ങൾക്ക് അരി തരുന്നില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞാൽ നമ്മൾ സമരം ചെയ്യും. ചിലപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആരൊക്കെ കാണുന്നുണ്ടോ അവരൊക്കെ കാണും നമ്മൾ, അല്ലേ? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഭൗതികതയുടെ കാര്യത്തിൽ ഓടാനും ചാടാനും എന്തിനും നമ്മൾ തയ്യാറാണ്. പക്ഷേ ആ പരലോകമാകുന്ന ആത്യന്തികമായ ജീവിതം അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ഉദാഹരണം പറഞ്ഞല്ലോ നമുക്ക്. നിങ്ങൾ കടലിലേക്ക് നിങ്ങളുടെ വിരലൊന്ന് മുക്കിയിട്ടെടുത്താൽ എത്ര പേരുണ്ടാവാം, അല്ലേ? കലീലൻ കലീല, ഏറ്റവും കുറച്ചേ ഉണ്ടാവുള്ളൂ, 1 or 2 തുള്ളി ഇങ്ങനെ ഉറ്റും. ഇതാണ് ഈ ലോകം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ ഈ ലോകത്തിൻ്റെ പ്രാധാന്യം. പക്ഷേ എന്നെന്നും നിലനിൽക്കുന്ന ആ മഹാസമുദ്രം ഉണ്ടല്ലോ, അതാണ് പരലോകം എന്ന് പറയുന്നത്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കണില്ല. അല്ലാഹ് വീണ്ടും പറയുന്നു, മാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് എന്താണ്? അത് വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല. പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം. അതാണ് കൂട്ടരെ യഥാർത്ഥ ജീവിതം. അതെന്നും നിലനിൽക്കുന്ന ജീവിതമാണ്. ലൗകാനൂ യഅലമൂൻ, മനുഷ്യരെ നിങ്ങളത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ള ചോദിക്കുക നമ്മളോട്. ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കൂല, ഈ ലോകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കൂല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകുക. നമുക്ക് അറിയാം, അസ്വത്ത് തബൂക്ക്. ആ സമയത്ത് മദീന നിവാസികൾ അങ്ങേയറ്റം പട്ടിണിയിൽ കഴിയുന്നൊരു കാലഘട്ടം. ഒന്നുമില്ല അവരെടുത്ത്. പലപ്പോഴും ആ ഉമ്മത്ത് അങ്ങനെയായിരുന്നു, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. ഒന്നുമില്ല, കയ്യിലൊന്നുമില്ലാതെ ജീവിച്ച. നമുക്കറിയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുഅബ് അബീ ത്വാലിബിൽ 2 വർഷക്കാലം ഒന്നും കിട്ടാതെ ബന്ദിയാക്കിയില്ല അവരെ. എന്തിനാ അവർ ഭക്ഷിച്ചത്? ഇലകൾ തിന്നിട്ടും പുല്ലുകളൊക്കെ തിന്നിട്ട് അതാണ് അവരുടെ ഭക്ഷണം. ആ അവസ്ഥ ഇന്നേ വരെ നമുക്കാർക്കും വന്നിട്ടുണ്ട്. അവിടെ സഹോദരങ്ങളൊന്നും മനസ്സ് തട്ടിയൊന്ന് ചിന്തിക്കും. ഇന്ന് കടന്നുറങ്ങുമ്പോൾ റമദാൻ ഇനി 23 രാവിലേക്ക് ഇന്ന് രാത്രി നമ്മൾ പ്രവേശിക്കും. ഒന്ന് മനസ്സ് തട്ടിയൊന്ന് മനസ്സിലാക്കി, റബ്ബേ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് നേടി എന്നുള്ളത്. സ്വന്തത്തിന് വേണ്ടി നമ്മൾ എല്ലാവർക്കും വേണ്ടി ഓടുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഓടിയിട്ടുണ്ടോ ഇന്നേ വരെ? നമ്മുടെ പരലോകത്തേക്ക് വേണ്ടിയിട്ട്. അതാണ് അല്ലാഹ് പറയുന്നത്, ലൗകാനൂ യഅലമൂൻ, അവരൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ദുനിയാവിനെ ഉപമിക്കുന്നത്, മാലി വമാലിദ് ദുനിയാ മാ അന ഫിദ് ദുനിയാ ഇല്ലാ കറാകിബ്. ഞാൻ ആരാ? എനിക്കും ദുനിയാവിനും ഇടയിൽ എന്താണ്? ഒരു വഴിയാത്രക്കാരനെ പോലെ അല്ല ഞാനുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ഹബീബ് എൻ്റെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് എന്നോട് പറയാണ്, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്. പ്രിയ കൂട്ടുകാരാ, നീ ദുനിയാവിൽ ജീവിക്കുന്നത് എങ്ങനെയാകണം? ഒരു അപരിചിതനെ പോലെ ജീവിക്കണം. ഔ ഗാബിറു സബീൽ, അല്ലെങ്കിലോ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കുക. നമ്മൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോവുക, അല്ലെങ്കിൽ മഞ്ചേരിക്ക് പോവുക, അങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൂര സ്ഥലത്തേക്ക് പോവുക. ആ ദൂര സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ തൽക്കാലമായിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങും, അടുത്ത ബസ് കയറാൻ വേണ്ടി. അവിടെ ഇറങ്ങിയിട്ട് ഇതാണ് ഞാൻ എൻ്റെ സ്ഥലം പറഞ്ഞാൽ ആരും അവിടെ നിൽക്കും. കോഴിക്കോട്ടേക്ക് പോകുന്ന ആൾ
അവിടെ വരാമനാട്ടുകാരെ ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ തന്നെയാണ്, ഇതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമോ? ഇല്ലല്ലോ. അടുത്ത ബസ് കയറി കോഴിക്കോട്ട് പിടിക്കൂലേ? അതേപോലുള്ളൊരു അവസ്ഥയിലപ്പം നമ്മളുള്ളത്. നമ്മൾ ഈ ലോകത്ത് പരലോകത്തേക്കുള്ള വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഈ വഴിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം. അത് മറന്നു പോകരുത്. റബ്ബേ, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരല്ലോ, സ്വർഗത്തിലേക്ക് കടക്കുക എന്നതാണല്ലോ എൻ്റെ ജീവിത ദൗത്യം. അതിലേക്ക് വേണ്ടി ഞാൻ വല്ലതും സമ്പാദിച്ചിട്ടുണ്ടോ? നമുക്ക് സഹോദരങ്ങളെ, ഭൂമിയുടെ അങ്ങേയറ്റത്ത് നമുക്ക് വലിയൊരു ലോകത്ത് ഇന്നേ വരെ നിർമ്മിക്കാത്ത ഒരു മണിമാളിക കൊട്ടാരം നമുക്ക് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അരുവികളും പുഴകളും. നമ്മളൊക്കെ ഇങ്ങനെ പറയില്ല, ചില രാജ്യങ്ങളിലെ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്താ അതിൻ്റെ ഒരു ചൊറുക്ക് അല്ലേ? മണാലി കൂടൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ അതിൻ്റെ ആ ചൊറുക്കും ഭംഗിയും ആസ്വദിച്ചിട്ട് പറയണം, അപ്പം ഇതൊക്കെ ഒന്ന് കാണേണ്ട സ്ഥലങ്ങളാണ്. അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഭൂപ്രകൃതി കാണുമ്പോൾ ആളുകൾ പറയും, മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അള്ളാഹിൻ്റെ ഒരു സൃഷ്ടിപ്പ്, എന്താ പിന്നെ ആ പാല് പോലെയാണ് ആ വെള്ളം ഇങ്ങനെ വരുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലൊരു കുളിർമ ഉണ്ടാകും. ഇതുപോലെ ഒരു സംവിധാനം മനുഷ്യരെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവിടെ നിങ്ങൾക്ക് ഇണകളുണ്ട്. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നതോ അതൊക്കെ ഉണ്ട്. ഈ ഭൂമിയിൽ വെച്ച് നമ്മളോട് പറഞ്ഞാൽ നമ്മളൊരു സന്തോഷത്തിലേക്കും ആലോചിച്ചിട്ടുണ്ട് നമ്മൾ. എന്നാൽ ഇതിലേറെ അപ്പുറത്തേക്കുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് അല്ല പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നാം കാര്യമായി പരിശ്രമിക്കണം, നല്ലോണം പരിശ്രമിക്കണം. അതെങ്ങനെ എന്നതാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ആരാധിക്കാൻ നമുക്ക് അത് മനസ്സറിഞ്ഞ് അല്ലേ, അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രശ്നം വന്നാലും എനിക്കിൻ്റെ റബ്ബ് മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ അല്ലേ? അള്ളാഹിൻ്റെ അടിമക്ക് അല്ല പോലെ നല്ല ചോദിച്ചില്ലേ? ആ ഒരു അർത്ഥത്തിൽ അള്ളാഹിനെ കാണാനും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. അപ്പോൾ എന്നിട്ട് അള്ളാഹ് പറയണം, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ കാര്യമാണ് മരണം നിനക്ക് വന്നെത്തുക എന്നത് അല്ലേ? അതുവരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കണം. അതിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്നത് അതാണ്. അതുകൊണ്ട് നമസ്കാരം എന്ത് ചെയ്യണം? കൃത്യാക്കണം. ഈ റമദാനിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ പള്ളിയിലെ സുബൈക്കൊക്കെ നല്ല ആളുകളുണ്ടാവും. എല്ലാ പള്ളിയിലെ അവസ്ഥ തന്നെയാണ്. ഇനി റമദാൻ്റെ തുടക്കവും അങ്ങനെ തന്നെയാണ്. ആദ്യം ഒരു 5 സൊഫൊക്കെ ഉണ്ടാവും. പിന്നെ റമദാൻ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ആ സൊഫിൻ്റെ ആ ഏറ്റവും ബാക്കിലുള്ള എണ്ണത്തിൽ ഇങ്ങനെ കുറച്ചിൽ വരും. പിന്നെ അവസാനത്ത് കൊണ്ട് എത്തുമ്പോൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട അവസാനത്തെ 10 ആകുമ്പോൾ ഞാനും മൊല്ലാക്കിയും എൻ്റെ കുട്ടികളും പറഞ്ഞ മാതിരി ഈ സൊഫിലും ആ സൊഫിലും ആളുണ്ടാവും. പിന്നെ കണക്കാണ്. എവിടെ നമ്മളെ വിശ്വാസം പോയത്? എവിടെ നമ്മളെ ആദർശം പോയത്? എവിടെ നമ്മളെ ഈമാൻ? അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ റമദാനെ വരവേറ്റിട്ടുണ്ടോ? അള്ളാഹു ഒരു സമുദായത്തിനും കൊടുക്കാത്ത എത്രയോ വലിയ ഒരു സൗഭാഗ്യമല്ല മനുഷ്യരെ നമുക്ക് അള്ളാഹ് തന്നത്. കഴിഞ്ഞ ഒരു സമൂഹത്തിനും കൊടുത്തിട്ടില്ലത്. 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ ദിവസം, ഒരൊറ്റ ദിവസത്തിലെ ചില മണിക്കൂറുകൾ മാത്രം. കാരണം എന്താണോ, ആ ഉമ്മത്തിൽ കഴിഞ്ഞ ഉമ്മത്തിനൊക്കെ വയസ്സെന്ന് പറഞ്ഞാൽ 600-700 വയസ്സാണ് അല്ലേ? അപ്പോൾ അവർക്ക് അമലെടുത്ത ആളുകൾക്ക് നല്ല അമലെടുക്കാൻ കഴിഞ്ഞിരുന്നു. നമുക്കത് കഴിയുമോ? ഈ ഉമ്മത്തിൻ്റെ ആയുസ് പറഞ്ഞാൽ 60 വസബഊൻ, 60-70 ഇടയിലാണ്. അപ്പോൾ നമുക്ക് ആയുസ് കുറച്ചപ്പോൾ അള്ളാഹു നമുക്കൊരു ഓഫർ തന്നത്. അത് പല ഓഫറും നമ്മൾ സ്വീകരിക്കാറുണ്ട് അല്ലേ? ഒന്നെടുത്താൽ 2 ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തിക്കും തിരക്കിക്കാൻ അല്ലേ? അല്ലെങ്കിൽ മൊബൈൽ റീചാർജിൻ്റെ വല്ല ഓഫറും വന്നാൽ ആ സമയത്തിനുള്ളിൽ നമ്മൾ റീചാർജ് ചെയ്യും. ഈ 12 മാസത്തിൽ റീചാർജ് ചെയ്യാൻ തന്നൊരു മാസം അത്. ഈ മാസത്തിൽ നമ്മൾ അതിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മേക്കാൾ വലിയ നഷ്ടക്കാരൻ ആരുണ്ടാവുക? അതുകൊണ്ട് ഉപയോഗപ്പെടുത്തണം സഹോദരങ്ങളെ. ഇബാദത്ത് ചെയ്യാൻ അതിൽ ഒരു തരത്തിലുള്ള എന്തും കാണിക്കേണ്ട, നമ്മൾ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മേൽ നിർബന്ധമാക്കിയ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നമസ്കാരത്തിൻ്റെ കാര്യം പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യാതെ അതിലോ ബാക്ക്വേഡാണെന്നുണ്ടെങ്കിൽ ബാക്കിയിൽ എത്രയൊക്കെ ചെയ്താലും എത്ര നന്മ ചെയ്താലും അതിലൊക്കെ അള്ളാഹു അവനെ ബാക്ക്വേഡാക്കും, അവനെ മാറ്റി നിർത്തും. കാരണം നിസ്കാരത്തിൽ പരാജയമാണ്. അപ്പോൾ സഹോദരങ്ങളെ നോക്കൂ,
സ്വർഗപ്രവേശനത്തിന് വേണ്ടി ഈ ഐഹിക ലോകത്തെ സുഖങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് വരണം എന്നല്ല. ഇപ്പം അങ്ങനെയാണല്ലോ ചില സൂഫിസം ഉണ്ടായത്, അങ്ങനെയാണ്. എല്ലാം ഈ ഭൗതികതയുടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, എന്നിട്ട് അള്ളാനെ മാത്രം കുറിച്ച് ചിന്തിക്കുക. അല്ലാ അല്ലാ അല്ലാ, അങ്ങനെ അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ മൂന്നാൾ വന്നല്ലോ. ഒരു ഹദീസിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആയിഷ റളിയല്ലാഹു അടുക്കലേക്ക് മൂന്നാൾ വന്നു, അള്ളാൻ്റെ റസൂലിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ വന്നതാണ്. അപ്പോൾ പറഞ്ഞു കൊടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നമസ്കരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അന്ന് ഞാൻ നല്ലോണം നമസ്കരിക്കാൻ പോവാണ്. വേറൊരാൾ പറയണം, ഞാൻ ഇനി നോമ്പെടുക്കാൻ പോവാണ്. കാരണം റസൂൽ വെള്ളി, വ്യാഴം, തിങ്കൾ, അതുപോലെ എല്ലാ അറബ് ഹിജറ മാസത്തിലെ 13, 14, 15 അയ്യാമുൽ ബീദിൻ്റെ നോമ്പ്, ഇങ്ങനെ നോമ്പുകളൊക്കെ എടുക്കുക. അപ്പം ഞാനൊക്കെ എത്ര ചെറുത്, അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കാൻ പോകും. വേറൊരാൾ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ജീവിച്ചാൽ, കുടുംബക്കായിട്ട് ജീവിച്ചാൽ ചിലപ്പോൾ എനിക്ക് ആരാധനകൾ മുഴുകാൻ സാധിക്കൂല, അതുകൊണ്ട് ഞാൻ ഇനി വിവാഹം കഴിക്കുന്നില്ല. അല്ലാഹുവിൻ്റെ റസൂൽ വന്നു, ഈ സംഭവം അറിഞ്ഞു, മദീന പള്ളിയിലേക്ക് ചെന്നു, മിമ്പറിൽ കയറി അവിടുന്ന് പറഞ്ഞു, ഞാനാണ് പ്രവാചകൻ, ഞാനാണ് നിങ്ങളെക്കാൾ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തവൻ, എന്നേക്കാൾ ഇബാദത്തിൽ ഒരാൾക്കും മുന്നേറാൻ സാധ്യമല്ല, ഞാൻ വിവാഹം കഴിക്കുന്നു, അല്ലേ, എനിക്ക് കുട്ടികളുണ്ട്, മക്കളുണ്ട്, എന്നിട്ടും ഞാൻ ആരാധന നടത്തുന്നു, ഞാൻ നിങ്ങളെപ്പോലെ നോമ്പെടുക്കുന്നു, നോമ്പ് മുറിക്കുന്നു, ഞാൻ നിങ്ങളെപ്പോലെ നമസ്കരിക്കുന്നു, ഉറങ്ങുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ അവരെ ഉപദേശിക്കുകയാണ്, അവരെ മാറ്റി, അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹുവിൻ്റെ റസൂലായിരിക്കണം ഏതൊരു വിഷയത്തിലും നമ്മുടെ പിന്തുടരാൻ പറ്റുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമ. ആ പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് നിങ്ങളെ മുറുകെ പിടിക്കണം. ആ പ്രവാചകൻ എന്തിനെ തൊട്ടും നിങ്ങളെ വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പഠിപ്പിച്ചതാണ് നമ്മളെ. അപ്പോൾ ആ സ്വർഗം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? പണിയെടുക്കണം. നോക്കുക, ആ സ്വർഗപ്രവേശനത്തിന് വേണ്ടി ഈ ഐഹിക ലോകം എല്ലാം നമ്മൾ ത്യജിക്കണ്ടല്ലോ. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം നേടുക. നോക്ക് നിങ്ങൾ, ഈ ഐഹിക ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള ഓഹരി എന്ത് ചെയ്യണം? നമ്മൾ എടുക്കുകയും ചെയ്യാം. നമുക്ക് അത് വിസ്മരിക്കണ്ട എന്നാണ് അള്ളാഹ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാം ഹലാലായ മാർഗത്തിലൂടെ. അള്ളാഹു നിങ്ങൾക്ക് എന്തൊക്കെ ഈ ലോകത്ത് നൽകിയിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എടുത്തോ. അതിനൊന്നും അള്ളാഹ് നിങ്ങളോട് പ്രശ്നം പറയുന്നില്ല, പ്രയാസം പറയുന്നില്ല. പഠിക്കാം, നല്ല ജോലി ചെയ്ത് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാം, നല്ല വീട് വെക്കാം, ഒരു വാഹനം വാങ്ങാം. അതൊന്നും അള്ളാഹു എതിർത്ത കാര്യങ്ങളല്ല. അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ അതൊക്കെയാണ് ജീവിതം. അത് മാത്രമായി ജീവിത ലക്ഷ്യത്തെ മറന്നു പോകാൻ അത് കാരണമാകാൻ പാടില്ല. നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം നമ്മൾ തന്നെ ഇതാണ് ഇപ്പം എൻ്റെ സമ്പാദ്യം, ഇനി ഞാൻ ഇതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ പോവുകയാണെന്ന് കരുതരുത്. അത് താൽക്കാലികം മാത്രമാണ്. നിങ്ങൾക്കറിയാലോ, 2018 വലിയൊരു പ്രളയം ഉണ്ടായാലും നമ്മളിവിടെ, അല്ലേ? നിലമ്പൂരടുത്ത് കവളപ്പാറയിൽ പോയവർക്കറിയാം, 1 കോടിയുടെ വലിയൊരു വീട്, അതിൻ്റെ അവസ്ഥയൊക്കെ പത്രത്തിൽ വന്നിനി, ഒന്നിനും പറ്റാതാക്കി കളഞ്ഞു. കോടിക്കണക്കിന് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. എന്തേ ഇപ്പം ഉണ്ടായത്? അപ്പോൾ ഇതാണ് ലോകം എന്ന് പറയുന്ന ആളുകൾക്ക്, അല്ലേ? ഇതൊക്കെ നമുക്കൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിയണം. അതാണ് അള്ളാഹ് പറഞ്ഞത്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. സ്വത്തുക്കളും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക്. അള്ളാന്റെ അടുക്കല് ബാക്കിയാകുന്നത്, അവശേഷിക്കുന്നത് നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. അള്ളാന്റെ രക്ഷിതാവിൽ നിന്ന് ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും അതാണ്. അതുണ്ടാകണം, അത് ഉണ്ടാക്കിയെടുക്കണം നമ്മളിവിടുന്ന്. ആ സ്വാലിഹത്തായ നമുക്ക് ഉപകാരപ്പെടുന്ന ഖൈറാത്തുകൾ നമ്മളിവിടെ സഹോദരങ്ങളെ നട്ട് വളർത്തുണ്ടാക്കണം. നമ്മൾ അതിന് നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി മുഖം കൂർപ്പിച്ചിക്കേണ്ട ആവശ്യമില്ല. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹശീരിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പായൽ ഇങ്ങനെ കടന്നുറങ്ങി.
ഫഖാമ വഖദ് അസ്റ ഫീ ജൻബിഹി, അവിടുന്ന് എണീറ്റപ്പോൾ അവിടുത്തെ ശരീരത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ കുപ്പായൊക്കെ കഴിച്ചിട്ടിട്ടേ ഒരു പച്ച പായിൽ നമ്മൾ കടന്നു തുടങ്ങി നമ്മളാ പുറത്തുണ്ടാവും ആ പാടുകൾ. അപ്പൊ ഇത് കണ്ടപ്പോൾ റസൂലിന്റെ ആ ശരീരം, ഷറഫാക്കപ്പെട്ട ആ ശരീരം കണ്ടപ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ സഹാബികൾക്ക്, സഖാക്കൾക്ക് എന്ത് ചെയ്തു? മനസ്സിന് വല്ലാത്ത പ്രയാസം. ഫഖുൽനാ യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലേ, ലവിത്തഖദത്നാ ലക ഫീ ബിഖാ, അള്ളാഹിന്റെ റസൂലെ ഞങ്ങളൊരു കിടക്കുണ്ടാക്കി തരാം, എന്നാല് ഞങ്ങളൊരു കിടക്കുണ്ടാക്കി തരാം, ഞങ്ങൾക്ക് സുഖമായിട്ട് കിടക്കാലോ. അപ്പം അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, മാലി വമാലി ദുനിയാ വമാ അന ഫിദ്ദുനിയാ ഇല്ലാ കറാകിബ്, ഞാൻ ആരാ ഈ ഭൂമിയിൽ? ഞാനൊരു യാത്രക്കാരൻ. അവനൊരു തണലിങ്ങനെ വിശ്രമിച്ചൊരു മരത്തണലിൽ വിശ്രമിച്ചു. എന്നിട്ട് ആ വിശ്രമം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ തണൽ പോയപ്പോൾ അവിടെ നീച്ചു പോയി. ഇതുപോലുള്ള ഒരു താൽക്കാലികമായ ഒരു യാത്രക്കാരനല്ലേ ഞാൻ? എനിക്കെന്തിനാ പെടത് അല്ലേ? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തോടുള്ള പ്രവാചകന്റെ കാഴ്ചപ്പാടെങ്കിൽ സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെ നമ്മളാണ്. ഇസ്തവല്ല തഹ്ത ശജറത്തിൻ സുമ്മ റാഹ വതറകഹ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് ആ യാത്രക്കാരനെ പോലെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് എന്താണ്? അവന് സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. തെറ്റും ശരിയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കൊടുത്തിട്ട് പറയാണ്, തെറ്റും ചെയ്യാം ശരിയും ചെയ്യാം. തെറ്റ് ചെയ്താൽ നരകത്ത് പോവും, ശരി ചെയ്താൽ സ്വർഗ്ഗത്തുക്കും പോകാം. ഏത് വേണമെന്ന് നീ തീരുമാനിക്കണം. മനുഷ്യ, നീ വിചാരിക്കുന്നുണ്ടോ? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, അപ്പോൾ നിങ്ങളെ നാം വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്റെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഔ, അള്ളാന്റെ ചോദ്യമാണ്. നിങ്ങളെ വിചാരം എന്താ? ഈ ലോകത്ത് ഇങ്ങനെ ആർഭാടം നയിച്ച് അല്ലേ, അടിച്ച് പൊളിച്ച് ചങ്കുകളൊക്കെ കൊണ്ട് ആ സ്ഥലത്തേക്കും ഈ സ്ഥലത്തേക്കൊക്കെ ടൂർ പോയി ഇതിലിങ്ങനെ പളവളപ്പിൽ ഇങ്ങനെ കടന്ന് അലിയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടില്ലല്ലേ എങ്ങോട്ട് വരുന്നുള്ളത്? അള്ളാന്റെ ചോദ്യത്. ആ ചോദ്യത്തിന് മുമ്പിൽ പതറരുത്. നമ്മൾ അള്ളാന്റെ മുമ്പിൽ നമുക്ക് ഉറച്ച സ്വരത്തോട് പറയാൻ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലേ? അപ്പൊ ഈ ലോക ജീവിതം എന്നത് താൽക്കാലികം മാത്രമാണ്. എല്ലാം സഹോദരങ്ങളെ മരണത്തോട് അവസാനിക്കുമായിരുന്നെങ്കിൽ, ശ്രദ്ധിച്ചോ, എല്ലാം നമ്മുടെ മരണത്തോടുകൂടി അവസാനിക്കുകയാണെങ്കിൽ നീതി ലഭിക്കാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുണ്ട് ഈ ലോകത്ത്. അവർക്ക് എവിടുന്ന് നീതി ലഭിക്കുക? അവിടെ നിന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തെ ഒരു വിധി വന്നല്ലോ, റിയാസ് മൗലവിയുമായി ബന്ധപ്പെട്ട നീതി ലഭിച്ചോ? എവിടുന്ന് നീതി ലഭിക്കും ആ മനുഷ്യൻ? അല്ലേ, ജനിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ട മക്കളില്ലേ, അവർക്ക് ജീവിതം കിട്ടിയിട്ടുണ്ടോ? എവിടുന്ന് ജീവിതം ലഭിക്കും? ആലോചിക്കും സഹോദരങ്ങളെ. കുറച്ചെങ്കിലും വെളിച്ചം കത്തുണ്ടെങ്കിൽ ആലോചിക്കും അല്ലേ? ഇനിയോ, ജനിച്ചപ്പോഴേ രോഗത്തിലാണ്, ജീവിച്ചതും രോഗത്തിൽ, മരിക്കുന്നതും രോഗം വന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയെ കുറിച്ചുള്ള നമ്മളെ കാഴ്ചപ്പാടെന്താ? ആ മനുഷ്യന് നല്ലൊരു ജീവിതം കിട്ടിയോ? അയാൾക്കൊരു ജീവിതം വേണ്ടേ? അപ്പോൾ എവിടെ നിന്നാണ് ഈ ജീവിതം, ഒരു മാർഗനിർദ്ദേശം കിട്ടുക? അത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിനുള്ള മാർഗനിർദ്ദേശം ഞാൻ ഇറക്കി തന്നിട്ടുള്ള ഗ്രന്ഥത്തിനുണ്ട്. നിശ്ചയമായും ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അത് ഏറ്റവും നേരായതിലേക്ക് മാർഗദർശനം നൽകുകയാണ്. സന്തോഷ വാർത്ത സത്യവിശ്വാസികൾക്ക് അത് അറിയിക്കുകയും ചെയ്യുന്നു. അത് സന്തോഷ വാർത്തയാണ്. ഇതിലാണ് നിങ്ങൾക്കുള്ള മാർഗദർശനം ഉള്ളത്. അല്ലദീന യഅമലൂന സ്വാലിഹാതി അന്ന ലഹും അജ്റൻ കബീറാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് വലുതായ പ്രതിഫലമുണ്ടെന്ന് അതവരെ അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആരോടാണ് പ്രാർത്ഥന നടത്തേണ്ടത് എന്നുള്ളത്. നോക്കൂ, ഒരു വഞ്ചി പുഴയിൽ ഇങ്ങനെ മുങ്ങിത്താകാൻ പോകണം. അതിങ്ങനെ മുങ്ങിത്താകാൻ പോകുന്ന സമയത്ത് അതിലുള്ള ആളുകളുടെ വിശ്വാസപ്രകാരം ആരൊക്കെ വിളിച്ചിട്ടുണ്ടാവും? റസൂലേന്ന് വിളിച്ചിട്ടുണ്ടാവും, ബദ്രീങ്ങളെ ബമ്പന്തങ്ങളേന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ടാവും, മറിയം ബീബിയേന്ന് വിളിക്കണുണ്ടാവും, കന്യാമറിയമേന്ന് വിളിക്കുന്നുണ്ടാവും, യേശുവേ കൃഷ്ണ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ?
ഇവിടെ വിശ്വാസം നോക്കി ശ്രദ്ധിച്ചോട്ടെ. ഈ വിശ്വാസപ്രകാരമാണ് നമ്മൾ പോകുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷപ്പെടുത്തുമോ? അല്ലാഹ് പറയാണ്, നബിയേ, നിനക്ക് അല്ലാഹു വല്ല ഉപദ്രവത്തെയും ബാധിപ്പിക്കുന്ന പക്ഷം അവനല്ലാതെ അതിനെ നീക്കം ചെയ്യാനാരുമില്ല. മുങ്ങിത്താഴുന്ന പുഴയിലാണെങ്കിലും വിളിക്കേണ്ടത് അല്ലാഹുവിനെ തന്നെ. വിജനമായ പ്രദേശത്തായാലും ബുദ്ധിമുട്ട് വന്നാൽ വിളിക്കേണ്ടത് അല്ലാഹുവിനെ തന്നെ. ഏത് പ്രയാസം വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, ദുഃഖം വന്നാലും, സങ്കടം വന്നാലും എൻ്റെ റബ്ബാണ് എൻ്റെ പ്രയാസം അറിയുന്നവൻ, അവനാണ് എനിക്ക് വഴി കാണിക്കുന്നവൻ. അല്ലെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടന്റെ മുമ്പിൽ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന സമൂഹല്ലേ? അവര് പറഞ്ഞില്ലേ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആരാ വഴികാട്ട? ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. അദ്ദേഹത്തിന് ഉറച്ച നിലപാടാണ്. എൻ്റെ റബ്ബുണ്ട്, എനിക്ക് വഴി കാണിച്ചു തരാൻ എൻ്റെ റബ്ബുണ്ട് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ പറയാൻ സഹോദരങ്ങളെ, എൻ്റെ പൊന്നു സഹോദരിമാരെ, നമുക്ക് സാധിക്കണം. പലപ്പോഴും ഇതിൽ അകപ്പെടുക നമ്മുടെ പൊന്നു സഹോദരിമാരാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴേ നിങ്ങൾ ആലോചിക്കുക, ഒരു രോഗം ഉണ്ടായി, മകന് അല്ലെങ്കിൽ മകള്, ചെറിയ കുട്ടിയാണ്, പല ഡോക്ടർമാരെയും കാണിച്ചു. അപ്പം എല്ലാ ഡോക്ടർമാരെയും കാണിച്ചിട്ടൊന്നും ഒരു സുഖം വരുന്നില്ല. അപ്പം അയൽവാസിയാത്ത വരുമ്പോഴത്തേക്ക് ഓളോട് പറയടി, ഇവിടെ ഇതറിഞ്ഞോ, എൻ്റെ കുട്ടീൻ്റെ രോഗം മാറണില്ലെങ്കിൽ ഇജ്ജൊന്ന് പോയോക്കെ നമ്മളെ തങ്ങളടുത്ത് കൊണ്ട് പോയിക്കളാം. എനിക്ക് വിശ്വാസമില്ലെന്ന് അറിയാം, എന്നാൽ വെറുതെ വെച്ചതൊക്കെ പോയില്ലേ, നീ ഇവിടേക്കും കൂടെ ഒന്ന് പോയിക്കളാം. അപ്പം എന്നാൽ ശരിയാണല്ലോ, ഞാൻ ഇപ്പോൾ ഈ ഡോക്ടർമാരൊക്കെ കണ്ടിട്ട് ഒരു മാറ്റമല്ലല്ലോ, എന്നാൽ ഞാൻ വെറുതെ ഒരു വിശ്വാസമൊന്നുമില്ല എന്നാണ് പോയോ. എന്നിട്ട് അള്ളാൻ്റെ ഒരു പരീക്ഷണം നോക്കി നിങ്ങൾ അവിടെ വെച്ചിട്ട് അയാൾ എന്തെങ്കിലുമൊക്കെ മന്ത്രി ചോദി പരീക്ഷണ നിമിത്തം അള്ളാഹു ഇത് മാറ്റി കൊടുക്കട്ടോ. ഇയാളെ കൈകൊണ്ട് മാറിയതല്ല, അള്ളാഹു പരീക്ഷിക്കണം മനുഷ്യനെ. ഇത് മാറ്റി കൊടുത്തപ്പോൾ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു വിശ്വാസം, ഇത്രയും കാലം കുട്ടിക്ക് ഇത്രയൊക്കെ അസുഖം ഉണ്ടായിട്ട് ഇപ്പം അവസാനം ആ തങ്ങൾക്ക് പോയപ്പോഴാണ് മാറിയത് അല്ലേ? ഒരു അബ്ദുള്ള കുറേ കാലങ്ങൾക്ക് മുമ്പ് കുട്ടികളൊന്നുമില്ലേ, ഈ മനുഷ്യൻ അവസാനം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തുലാഭാരം നടത്തിയപ്പോൾ അള്ളാഹ് കുട്ടീനെ കൊടുത്തു. ആ വാർത്ത ഉണ്ടായിനി കുറേ മുമ്പ് പത്രങ്ങളിൽ. അപ്പം വിശ്വാസം എന്തായി മാറി? എവിടേക്ക് എത്തിയത് മനുഷ്യൻ? ഇതാരാ അബ്ദുള്ള എന്നൊക്കെ പറഞ്ഞാൽ എന്ത് നല്ല പേരാണ്. നിങ്ങൾ നോക്കി, അബ്ദുള്ള എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോകുക. വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ എവിടേക്കും പോകാൻ കഴിയില്ല. അവിടെ നിൽക്കും അള്ളാഹു നരകത്തേക്കല്ലാതെ സ്വർഗത്തേക്ക് ഒരു അടി മുന്നോട്ട് നീങ്ങാൻ മനുഷ്യന് കഴിയൂല. എന്നിട്ട് അള്ളാഹ് പറയാണ്, നിനക്ക് വല്ല ഗുണത്തെയും ബാധിപ്പിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അത് തടുക്കാനും കഴിയില്ല. അള്ളാഹ് എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, നാം പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ഇലാഹുകൾ മലയാളത്തിലുള്ള ആളുകൾ മലയാളത്തിൽ ഇങ്ങനെ ഇവരോട് വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് മലയാളം അറിയുമോ? ചിന്തിക്കും. എല്ലാ ഭാഷയും അറിയുന്നവനെ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹ് മാത്രമേ ഉള്ളൂ. ഭാഷ അറിയാത്ത നമ്മൾ പറയണില്ലേ, ബദിരന് മൂകനുമായ ആളുകൾ, അവരുടെ ഭാഷ പോലും കൃത്യമായി മനസ്സിലാക്കുന്നവനാരാ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹ് തന്നെ അള്ളാഹനെ പരിചയപ്പെടുത്തുക, ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ. അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അറിയുന്നവനാണ്. നിങ്ങളുടെ ഹൃദയം മന്ത്രിക്കുന്നത് പോലും അവൻ അറിയും. അതല്ല വീണ്ടും പറയുകയാണ്, വലഖദ് ഖലഖ്നൽ ഇൻസാൻ, നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. വനഅലമു, നാം അറിയുകയും ചെയ്യുന്നു, മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് എന്താണോ മന്ത്രിക്കുന്നത് അത് നാം അറിയുകയും ചെയ്യും. അത്ര അറിയണ റബ്ബുണ്ടെങ്കിൽ പിന്നെ ഈ മഖ്ലൂക്കായ മനുഷ്യന്മാരെ നമുക്ക് വേണോ? അതാണല്ലോ ചോദിച്ചത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, എൻ്റെ അടിമക്ക് ഞാൻ തന്നെ മതിയായവനല്ലയോ? എന്നോട് ചോദിച്ചോളി. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും. അല്ലാഹുവിന്റെ മറുപടിയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുക, വഇദാ സഅലക ഇബാദി, അല്ലാഹുവിന്റെ പ്രവാചകരെ, എൻ്റെ അടിമകൾ എന്നെ പറ്റി തങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം, അന്നീ ഫഇന്നീ ഖരീബ്,
ഞാൻ അവർക്ക് ഏറ്റവും സമീപസ്ഥനാണെന്ന് പറഞ്ഞു കൊടുക്കൂ. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, ചോദിക്കുന്നവൻ എന്നോട് ചോദിച്ചാൽ ഫൽയസ്തജീബൂലി, അവർക്ക് ഞാൻ ഉത്തരം നൽകുന്നതാകുന്നു. അപ്പൊ ഉത്തരം നൽകാൻ കഴിവുള്ള അല്ലാഹ് അവിടെ ഉണ്ടായിട്ട് പിന്നെ എന്തിനാ സഹോദരങ്ങളെ സഹോദരിമാരെ വേറെ അടുത്തേക്ക് നമ്മൾ പോണത്? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അല്ലാഹ് പറയാണ് അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് ഏറ്റവും അടുത്തവൻ ഞാനാണ്. നമ്മുടെ കണ്ടനാടിയേക്കാൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന റബ്ബ് നമുക്ക് ഉണ്ടായിട്ട് നമ്മുടെ പ്രയാസം പറയാൻ നമ്മൾ മുത്തുപ്പേട്ടക്ക് പോണോ, നമ്മൾ അജ്മീർക്ക് പോണോ, നമ്മൾ നാഗൂർക്ക് പോണോ, നമ്മൾ പുത്തമ്പള്ളിക്കോ മമ്പുറത്തേക്ക് പോണോ? പോണ്ട. നമ്മുടെ റബ്ബിനോട് പറഞ്ഞാൽ മതി. ഏത് പ്രയാസങ്ങളും അള്ളാഹിന്റെ റസൂലേ ഹിജ്റ പോകുമ്പോഴേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, ഇവരിപ്പം നമ്മളെ കാണും നമ്മളെ പിടിക്കൊല്ലോ റബ്ബേ. അപ്പൊ അള്ളാഹിന്റെ റസൂലിന്റെ മറുപടി എന്തായിരുന്നു? എൻ്റെ റബ്ബ് നമ്മളെ കൂടെ ഉണ്ട്, നമ്മളെ റബ്ബ് മൂന്നാമനായിട്ട് നമ്മളെ റബ്ബ് നമ്മളെ കൂടെ ഉണ്ട് അല്ലാഹ് പറഞ്ഞതാണത്. ഇനിയോ അള്ളാഹുവിനോട് അല്ലാതെ പ്രാർത്ഥിക്കുന്ന ആളുകള് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവന് പുറമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ അറിയണോ? ലാ യസ്തതിഊന നസ്റകും, നിങ്ങളെ സഹായിക്കാൻ അവർക്ക് സാധ്യമല്ല. അവരുടെ സ്വന്തത്തെ പോലും അവർക്ക് സഹായിക്കാൻ കഴിയൂല. ഇന്നിപ്പോ 2 അക്ഷരമുള്ള ഒരു മനുഷ്യനുണ്ട് കോഴിക്കോട് കടന്നുറങ്ങണം. ഖബറില് ബുദ്ധി മറിഞ്ഞൊരു മനുഷ്യനാണ്. ഈ മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നതെന്നും പറഞ്ഞ് നടക്കാണ് ഒരു കൗം. ബുദ്ധിയുള്ള ആരെങ്കിലും അത് അംഗീകരിക്കുമോ? ഈ ലോകം നിയന്ത്രിക്കുന്നത് ആ മനുഷ്യനാണെന്ന്? മഹാദല്ലാഹ്, എന്തൊരു വാദമാണത്! മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും ഇല്ലാത്തൊരു വാദം. അവരോട് ചോദിക്കാൻ അവർ പറയണേ ആരാണ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതെന്ന് പ്രവാചകരെ അവരോട് ചോദിക്കൂ. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അല്ലാഹയാണ്. ആരാണ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത്? ആരാണ് സൂര്യ നക്ഷത്ര ചന്ദ്രനെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിക്കൂ റസൂലേ. അവർ പറയുന്നത് സയഖൂലൂന ലില്ലാഹ്, ഇതെല്ലാം സൃഷ്ടിച്ചത് അവരാണെന്ന്, അല്ലാഹു ആണെന്ന് അവർ പറയും. സൂറത്തുൽ മുഅ്മിനൂന്റെ അവസാന ഭാഗം എടുത്ത് പരിശോധിച്ച് നോക്ക്. അവരുടെ ഈ ചോദ്യവും ഉത്തരവും കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് അവസ്ഥ. അപ്പോ സത്യസായിബാബങ്ങൾക്ക് അറിയാലോ, സത്യസായിബാബ മരണപ്പെടാനുള്ള ആ സമയത്തിന്റെ അടുക്ക് അദ്ദേഹം ഐസിയുലായി. പുട്ടപ്പർത്തിയിൽ അദ്ദേഹത്തിന്റെ തന്നെ വലിയൊരു ആശുപത്രിയിൽ ഐസിയുലാക്കി അവർ. അപ്പൊ അവിടെയുള്ള ജനങ്ങൾ ആരോടെ പ്രാർത്ഥിച്ച്? അദ്ദേഹത്തിന്റെ അനുയായികൾ. ഇനി കുറച്ചെങ്കിലും ചിന്തിക്കാൻ ഞാൻ വേണ്ടാണ്. ഇതിനാലും വലിയ ദുരവസ്ഥയാണ് നമ്മുടെ ഉമ്മത്തിൻ്റെ, അല്ലേ? ആ ഉമ്മത്തിൽ വലിയൊരു പ്രബല വിഭാഗത്തിൻ്റെ ഒരു നേതാവിന് സുഖം വന്നപ്പോൾ ടിക്കറ്റ് മുറിച്ചു കൊടുക്കാനല്ലോ സ്വർഗത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ റസൂലിനെ കാണാനൊക്കെ. അങ്ങനെ എല്ലാ അസുഖം വന്നപ്പോൾ നേരെ പോയത് എവിടെയാണ്? മെട്രോല, കോഴിക്കോട് മെട്രോയിൽ അഡ്മിറ്റാക്കി അദ്ദേഹത്തെ. അല്ലേ? വലിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർമാർ റെഫർ ചെയ്ത് നോക്കി അസുഖങ്ങളൊക്കെ കണ്ടെത്തി അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്തു. അദ്ദേഹത്തെ പുറത്തിറങ്ങി നടക്കുമ്പോൾ എങ്ങനെ നടക്കണമെന്നോ? അദ്ദേഹത്തിൻ്റെ അനുയായികളെ പിടിച്ചിട്ട് അവരുടെ ഹെൽപ്പോടുകൂടി നടക്കുന്ന മനുഷ്യനാണത്രേ ഇനി വരാൻ പോകുന്ന അടുത്ത ഉലിയ. നിങ്ങൾ കണ്ടോണ്ടി, ഞാൻ അദ്ദേഹത്തിന് ഇല്ലാത്ത കറാമത്തുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സഹോദരങ്ങൾ, ഇത്തരം ബഡായി കറാമത്തുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വലിച്ചെറിയണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതല്ല. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണോ? പ്രവാചകന്മാർ കൊണ്ടുവന്നതിനെ പ്രവാചകന്മാർ എങ്ങനെ സത്യപ്പെടുത്തിയോ അതുപോലെ സത്യപ്പെടുത്തി അത് പ്രബോധനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. എല്ലാ പ്രവാചകന്മാരും ഇവിടെ സൂറത്തുൽ അഅറാഫിൽ എടുത്താൽ 4-5 പ്രവാചകന്മാരുടെ പ്രബോധന ദൗത്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. വഇലാ ആദിൻ അഹാഹും ഹൂദൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു വഇലാ സമൂദ അഹാഹും സ്വാലിഹൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു വഇലാ മദിയന ശുഐബൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. സകലമാന പ്രവാചകന്മാരുടെയും ദൗത്യം ഈ തൗഹീദ് ആദ്യം പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അതോടൊപ്പം തന്നെ കർമ്മങ്ങളെ നന്നാക്കണം. മരണം കടന്നു വരാനുണ്ട്. അങ്ങനെ അവരുടെ അവധി വന്നാൽ ഒരു നായിക നേരം പോലും അല്ലാഹു ചെയ്യൂല, അതിനെ പിന്തിപ്പിക്കുകയില്ല, വൈകിക്കുകയുമില്ല. വലാ യസ്തഖ്ദിമൂൻ,
അതിനെ നേരത്തെയാക്കാനും കഴിയൂല. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറയാണ്, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ നബി വക്കില ബികും. നബിയേ, അങ്ങയുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് അങ്ങയെ മരിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിലേക്ക് താങ്കളെ മടക്കപ്പെടുകയും ചെയ്യും. അതാണ് സംഭവിക്കുക. മരണവേളയിൽ ഓരോ മനുഷ്യനും മരണത്തിന്റെ വേദന അനുഭവിക്കുമെന്ന് അള്ളാഹു തന്നെ പറയുന്നതാണ്. അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. വജാഅത് സകറത്തുൽ മൗതി ബിൽ ഹഖ്. മരണത്തിന്റെ വെപ്രാളം എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യം കൊണ്ടുവരുന്നതാണ്. ദാലിക മാ കുൻത മിൻഹു തഹീദ്. എന്തൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുവോ അതത്രേ അത്. അല്ലാഹ് വീണ്ടും പറയാണ്, ഇന്നൽ മൗത ഫസഅ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്നൽ മൗത ഫസഅ. മരണം ഭീതിജനകമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവസാന സമയത്ത് മരണരംഗത്തെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുമ്മ അഇന്നി അലാ വമറാത്തിൽ മൗതി ഔ സകറാത്തിൽ മൗത്. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതാ. അവസാനം റസൂലിന്റെ മുമ്പിലേക്ക് ഒരു പാത്രം കൊണ്ടുവന്നു. ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൽ കൈയിട്ട് ഇങ്ങനെ മുഖത്തേക്ക് പ്രവാചകൻ തന്നെ ഇങ്ങനെ തൂക്കി ഇങ്ങനെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതാ, അല്ലാഹുവേ, മരണത്തിൻ്റെ വേദന അല്ലേ, നീ എന്നെ ആ വേദനയിൽ നീ എന്നെ സഹായിക്കണേ എന്ന്. അപ്പം ആ മരണവേദന എത്ര ഉണ്ടാവും? അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, പിന്നെ പറയണ്ടോ, ആ വേദനയുടെ 1% പോലും നമ്മൾ ഈ ജീവിതത്തിൽ ഒന്നും അനുഭവിച്ചിട്ടില്ല അല്ലേ. 2 തരത്തിലാണ് മരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചിട്ടുണ്ട്. ഒന്ന്, നല്ല മനുഷ്യന്റെ ആത്മാവ് പിടിച്ചെടുക്കുവാൻ മലക്ക് വരുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, യഖൂലു സലാമുൻ അലൈക്കും. അവർ പറയും, നിങ്ങൾക്ക് സമാധാനം, ഇദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂ, ബിമാ കുൻതും തഅലമൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂ. ഇദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അതേ ആ മലക്കുകൾ വന്നിട്ട് വീണ്ടും പറയുകയാണ്, നമുക്കൊക്കെ പാരായണം ചെയ്യാറുള്ള സൂറത്ത് ഫജ്റിന്റെ അവസാനത്തിൽ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ, നീ മടങ്ങിക്കൊള്ളൂ, ഇലാ റബ്ബികി റാദിയതൻ മർദിയ, തൃപ്തിപ്പെട്ടുകൊണ്ടും അല്ലാഹു നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടും നീ തൃപ്തി ലഭിച്ചുകൊണ്ടും നിന്റെ റബ്ബിന്റെ അടുക്കലേക്ക് നീ മടങ്ങിപ്പോകുക. ഫദ്ഖുലി ഫീ ഇബാദി, എന്നിട്ട് സ്വർഗത്തിൽ ആ കൂട്ടുകാരുണ്ടല്ലോ, ആ റബ്ബിന്റെ കൂട്ടുകാരായ റബ്ബിന്റെ അടിയാന്മാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക. ഇതാണ് സത്യവിശ്വാസിയായ ഒരാൾക്ക് ഈ ജീവിതത്തെ മറന്ന് ജീവിക്കാതെ, ഇത് വളരെ നശ്വരമാണ്, അനശ്വരമായ ഒരു ലോകത്തേക്ക് ഞാൻ എത്തിപ്പെടണം എന്ന് വിചാരിച്ചൊരു മനുഷ്യനാണെങ്കിൽ അവൻ നല്ലോണം പ്രയത്നിക്കും. അവൻ്റെ മൗത്തിനെ കുറിച്ച്, അവൻ്റെ അവസാനത്തെക്കുറിച്ച് ഇപ്പറഞ്ഞത്. ഇനിയോ ഇതല്ലാത്തൊരു മൗത്തുണ്ട്, അതും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലൗ തറാ ഇൻ യതവഫല്ലദീന കഫറുൽ മലായിക, മലക്കുകൾ സത്യനിഷേധികളുടെ അവരുടെ റൂഹിനെ പിടിക്കുന്ന സന്ദർഭം പ്രവാചകരെ താങ്കളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ എങ്ങനെയാ പിടിക്കുന്നത്? യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളിൽ അടിക്കുകയാണ്, അവരുടെ പിൻഭാഗത്തും പിൻവശങ്ങളിലും അടിച്ചുകൊണ്ട്. ഫദൂഖൂ അദാബൽ ഹരീഖ്, വെന്ത് കരിച്ചിലിന്റെ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുവീൻ എന്നവരോട് പറയുകയും ചെയ്യും. ذَلِكَ بِمَا قَدَّمَتْ أَيْدِيكُمْ, അത് നിങ്ങളുടെ കരങ്ങൾ മുൻ ചെയ്തു വെച്ചത് നിമിത്തമാണെന്ന് അവരോട് പറയും. وَأَنَّ اللَّهَ لَيْسَ بِظَلَّامٍ لِلْعَبِيدِ, അല്ലാഹു അവന്റെ അടിമകളോട് ഒട്ടും അക്രമം പ്രവർത്തിക്കുന്നവനല്ല. അല്ലാഹുവിനെ ആരാധിക്കാത്തത് കൊണ്ട് മാത്രമേ ശിക്ഷിക്കുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ പിടിച്ച് കുട്ടികളെ അടിക്കണമായിരുന്നു അല്ലാഹു വെറുതെ ശിക്ഷിക്കൂല. അതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തും. നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും പരലോകത്ത് നമ്മളെ ബോധ്യപ്പെടുത്തും. ആ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ
ഒരാൾക്കും സാധ്യമല്ല. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ, ഭദ്രമായി കെട്ടി ഉയർത്തിയ കൊട്ടാരങ്ങളിലായാലും അത് നിങ്ങളെ സമീപിക്കുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ, അതേ ആ കൊട്ടാരത്തിൽ നിങ്ങൾ പോയിട്ട് ഒളിച്ചിരിക്കുക. എന്തിന്? മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനേ. ഒരു രക്ഷപ്പെടുവോ? ഇല്ല ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹ് സൂചിപ്പിച്ച് വീണ്ടും പറഞ്ഞത്, സൂക്ഷിച്ച് അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, അങ്ങനെ മരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ആമനുത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണേ. ഹഖ്ഖ തുഖാതി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം തന്നെ സൂക്ഷിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ മരിച്ചു പോകരുതേ. എന്നിട്ട് അള്ളാഹു എന്തിനാ അത് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അതെന്തിനാ? അത് സൂറത്ത് സജ്ദയിൽ പറയുന്നുണ്ട്. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിശൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, കുറ്റവാളികൾ അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ വന്ന് തങ്ങളുടെ തല താഴ്ത്തിക്കൊണ്ട് അവർ പറയുന്ന സന്ദർഭം നീ കണ്ടിരുന്നുവെങ്കിൽ, അതെന്തൊരു കാഴ്ചയാണ്. എന്താണ് അവർ പറയുന്നത്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സ്വർനാ സമീഅനാ, ഞങ്ങളിതാ നേരിൽ കാണുകയും നേരിൽ കേൾക്കുകയും ചെയ്തു. ഫർജിഅനാ, ഭൂമി ലോകത്തേക്കൊന്ന് മടക്കിക്കൊണ്ട റബ്ബേ, മടക്കിക്കൊണ്ട. ഇത് മനുഷ്യൻ പറഞ്ഞു പോകുമെന്നാ പറഞ്ഞത്. എന്തിനാണത്? നഅമൽ സ്വാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ധാരാളം പ്രവർത്തിക്കാം, ധാരാളം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ പ്രവർത്തിക്കാം. ഞങ്ങൾക്ക് ബോധ്യമായി, ഞങ്ങൾ ഇതിന് മാറൂല. ശ്രദ്ധിച്ചോളി മനുഷ്യന്മാരെ. നമ്മളൊക്കെ, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി, ശനിയാഴ്ചയുടെ രാത്രി എൻ്റെ ഭാര്യ പിതാവ് മരണപ്പെട്ടു. 19 വയസ്സായിട്ടുള്ളൂ മൂപ്പർക്ക്. പെട്ടെന്നൊരു മേജർ അറ്റാക്ക് വന്നതാ. അതിൻ്റെ പിറ്റേന്ന് വരെ ഞങ്ങൾ സംസാരിച്ചു, സംസാരിച്ചതാ. നോക്കി നിങ്ങൾ, ആ മരണം എപ്പോഴാണ്, ഏത് സമയത്താണ് നമ്മളെ പിടികൂടുക നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ബട്ടന് ഞാനായിരിക്കും ഊരുക, അതല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും അടുത്ത ബന്ധുക്കളോ അയൽവാസികളോ ആയോ ഊരിയെടുക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറടിയേക്കാൾ ആ മരണം നിങ്ങളെ അടുത്തുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? മുന്നേറുക. ഇനി അടുത്തൊരു റമദാനിന് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അടക്കുമ്പോൾ ആരൊക്കെ ഉണ്ടാവും ഒരു ഉറപ്പ് നമുക്കില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഇലക്ട്രിക് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിന് വലിയ പ്രശ്നം പറ്റി നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോയി നന്നാക്കാം. അതിന് ഗ്യാരണ്ടി എങ്കിലും അല്ലെങ്കിൽ വാറണ്ടി എങ്കിലും ഉണ്ട്. നമുക്ക് എന്ത് വാറണ്ടി ഗ്യാരണ്ടിയാണ് ഉള്ളത്? ആ സമയത്ത്, മരണത്തിൻ്റെ സമയത്ത്, ഒരു കുറഞ്ഞ സമയത്തേക്ക് പോലും അള്ളാഹു നമ്മെ പിന്തിപ്പിക്കൂല. അപ്പം അത് അറിഞ്ഞ് ജീവിതത്തെ ആസ്വദിക്കണം. എങ്ങനെ? പ്രബോധന മാർഗത്തിൽ ഇറങ്ങി തിരിച്ച്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. മിസ്അബ് ബിൻ ഉമൈറിൻ്റെ ചരിത്രം കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്, സമയത്തിരിക്കത്തിലും. മിസ്അബ് ബിൻ ഉമൈർ ആരാ? അദ്ദേഹം മക്കയുടെ ഒരു ഭാഗത്ത് നിന്ന്, ഇപ്പോൾ അദ്ദേഹം മക്ക കിഴക്ക് ഭാഗത്ത് നിന്ന് പ്രവേശിക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് അറിയും മിസ്അബ് ബിൻ ഉമൈർ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അത്തറുണ്ടല്ലോ, അത് പൂശി അതിങ്ങനെ അന്തരീക്ഷത്തിലൂടെ വന്നിട്ട് അതിൻ്റെ മണം കിട്ടിയവർക്ക് അറിയും. ഒരു ദിവസമൊക്കെ 3 തവണ വസ്ത്രം മാറ്റുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിസ്അബ് ബിൻ ഉമൈർ അങ്ങനെയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. അത്ര പണത്തിൻ്റെ ഏറ്റവും നെകളിപ്പിൽ കഴിഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ അത് ഇസ്ലാം സ്വീകരിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ, യുവാവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലായിട്ട് മദീനയിലേക്ക് ആദ്യം പോയത് അദ്ദേഹത്തെയാണ് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയച്ചത്. അദ്ദേഹം ചെന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം റസൂൽ ഹിജ്റ പോകുന്നത്. പക്ഷേ റസൂൽ അവിടെ എത്തുമ്പോഴേക്കും ഇസ്ലാമിന് അദ്ദേഹം അവരൊരു അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിത്തറ ഉണ്ടാക്കി. ആര്? മിസ്അബ് ബിൻ ഉമൈർ. നീ കേട്ടോ, ഈ മിസ്അബ് ബിൻ ഉമൈർ ഉഹദിൻ്റെ ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം വഫാത്താക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം 35 or 38 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു. എന്താ ഇപ്പം അദ്ദേഹത്തിനുണ്ടായത്? അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മറച്ചാൽ അദ്ദേഹത്തിൻ്റെ കാല് മറിയില്ല. കഫൻ ചെയ്യുമ്പോഴേ ആ പുട കൊടുക്കുമ്പോൾ അവസാനം അള്ളാഹുവിൻ്റെ റസൂല് പുല്ല്, ഉണങ്ങിയ പുല്ല് കാലിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തെ മറമാടിയത്. അദ്ദേഹം മദീനയിൽ അദ്ദേഹം അങ്ങനെ വരുമ്പോൾ സഹാബികളെ
അദ്ദേഹത്തെ കാണുമ്പോൾ പൊട്ടിക്കരയും. എന്താണോ അവർ മക്കയിലുള്ള മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. എന്ത് നല്ല വസ്ത്രമാണ്, ഇവിടെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി ഒരു ഇടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കുന്ന മിസ്അബ് ഇബ്നു ഉമൈർ. സഹോദരങ്ങളെ, ഇതായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അതുപോലെ ആയിട്ടില്ലെങ്കിലും പരമാവധി അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം നയിച്ച് സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ നമ്മെ എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക്, വിശ്വാസിനികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ച് കൂട്ടുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദരങ്ങൾ നമുക്ക് നമ്മളുടെ അയൽവാസികളുടെ കുടുംബങ്ങളിൽ, കൂട്ടുകാരിലൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിൽ നമ്മൾ അതിൻ്റെ ആദ്യം മുതൽ ഇന്ന് വരെ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ മരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين واجعل اللهم هذا البلد آمنا مطمئنا رخاء وسائر بلاد المسلمين. اللهم آمنا في أوطاننا وأصلح أئمتنا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. توفنا مسلما وألحقنا بالصالحين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو كريم تحب العفو فاعف عنا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجر والدينا وأهلينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد. السلام عليكم ورحمة الله وبركاته.